നമസ്കാരം, എല്ലാവർക്കും ഡൊമിസൈൽ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1ൻ്റെ 5ാമത്തെ മൊഡ്യൂളിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രാഫിക് എഞ്ചിനീയറിങ്ങിൻ്റെ കുറച്ച് പോർഷനും അതുപോലെ എയർപോർട്ട് എഞ്ചിനീയറിങ്ങിൻ്റെ കുറച്ച് പോർഷനുമാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ പോർഷനിലേക്ക് പോവാം. റോഡ് ഇൻ്റർസെക്ഷൻസ്. എവിടെയാണ് നമ്മൾ ഒന്നോ രണ്ടോ റോഡുകൾ, മെയിനായിട്ട് ഒന്നിൽ കൂടുതൽ റോഡുകൾ വരുന്ന പോർഷനിലാണ് നമുക്കൊരു ഇൻ്റർസെക്ഷൻ വരിക. അപ്പോൾ ഇൻ്റർസെക്ഷൻ ഈസ് ആൻ ഏരിയ ഷെയർഡ് ബൈ 2 or more റോഡ്സ്. This area is designated for the vehicles to turn to different directions to reach their desired destination. This is because vehicles moving in different directions want to occupy same space at the same time. ഇപ്പോൾ ഒരു ജംഗ്ഷനിൽ 2ൽ കൂടുതൽ റോഡുകൾ ഉണ്ടാകുമ്പോഴാണ് ഒരു ഇൻ്റർസെക്ഷൻ വരിക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഒരു ജംഗ്ഷനിൽ ഒരു ഭാഗത്തേക്ക് മാത്രമായിരിക്കില്ല, പല ഭാഗത്തേക്കും എല്ലാ ഭാഗത്തേക്കും പോകാനുള്ള വെഹിക്കിൾസ് ആ ഒരു ജംഗ്ഷനിൽ വന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം അവിടെ ട്രാഫിക് ജാം ഇല്ലാത്ത രീതിക്ക് ഓരോ വെഹിക്കിളിനെയും അതത് അവർക്ക് പോകേണ്ട ഡയറക്ഷനിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതാണ് ഒരു ട്രാഫിക് സിഗ്നലിൻ്റെ അല്ലെങ്കിൽ അവിടെ ഒരു സൈൻ ബോർഡ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 or more റോഡ്സ് മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുക. ഓക്കെ, മെയിനായിട്ട് 2 ടൈപ്പ് ഇൻ്റർസെക്ഷൻ ഉണ്ട്. ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ ഓർ ഇൻ്റർചേഞ്ചസ്, അറ്റ് ഗ്രേഡ് ഇൻ്റർസെക്ഷൻ. ഇനി ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ ഓർ ഇൻ്റർചേഞ്ചസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ബ്രിഡ്ജ് ദാറ്റ് എലിമിനേറ്റ്സ് ക്രോസിംഗ് കോൺഫ്ലിക്ട്സ് അറ്റ് ഇൻ്റർസെക്ഷൻസ് ബൈ വെർട്ടിക്കൽ സെപ്പറേഷൻ ഓഫ് റോഡ്വേസ് ഇൻ space. Road transfer at grade separation is accommodated by interchange facilities consisting of ramps. The interchange configurations are designed in such a way to accommodate economically the traffic requirements of flow, operation on the crossing facilities, physical requirements of the topography, adjoining land use, type of controls, right of way and direction of movements. മെയിനായിട്ട് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ ഓർ ഇൻ്റർചേഞ്ചസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഹൈറ്റിൽ, അതായത് 2 റോഡ് മീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ 2ൻ്റെ എലിവേഷൻ ഒന്നല്ലാതെ ഒന്ന് കുറച്ച് ഹൈറ്റിൽ കൊടുക്കുക, ഒന്ന് സെയിം ഹൈറ്റിൽ തന്നെ. അപ്പോൾ ഒരു ഇൻ്റർസെക്ഷൻ വരാതെ നമുക്കതിനെ ഒരു ട്രാഫിക് ജാം വരാതെ ഓരോ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് പോകേണ്ട വെഹിക്കിൾസിനെ നമുക്കവിടെ പാസ് ചെയ്ത് വിടാൻ പറ്റും. ആ ഒരു ടൈപ്പ് ഇൻ്റർസെക്ഷനാണ് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡിൽ വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ ഒരു ഏരിയയുടെ ടോപ്പോഗ്രഫി, അതുപോലെ അതിൻ്റെ പരിസരത്തുള്ള ലാൻഡ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പിന്നെ ആ ഒരു അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റിൻ്റെ വിഡ്ത്ത് എത്രയായിരിക്കും, അതുപോലെ ഏതൊക്കെ ഡയറക്ഷനിലേക്കുള്ള വെഹിക്കിൾസാണ് അവിടെ കൂടുതലായിട്ട് വോളിയം കൂടുതലായിട്ട് വരുന്നത്, അതിനൊക്കെ അനുസരിച്ചാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുക. ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ ഈസ് ടു എലിമിനേറ്റ് ഓൾ ഗ്രേഡ് ക്രോസിംഗ് കോൺഫ്ലിക്ട്സ് ആൻഡ് ടു അക്കോമഡേറ്റ് അതർ ഇൻ്റർസെക്റ്റിംഗ് മാനുവേഴ്സ് ബൈ മെർജിങ്, ഡൈവേർജിങ് ആൻഡ് വീവിങ് അറ്റ് ലോ റിലേറ്റീവ് സ്പീഡാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് കേട്ടോ. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഒരു ട്രാഫിക് ജാം ഒഴിവാക്കിയിട്ട് എല്ലാ ഡയറക്ഷനിലുള്ള വെഹിക്കിൾസിനെ ഈസി ആയിട്ട് പാസ് ചെയ്ത് വിടുക ബൈ ഒരു ഗ്രേഡ് എലിവേഷൻ ചേഞ്ച് കൊടുത്തിട്ട് 2 റോഡിനെയും ആ ഇൻ്റർസെക്ഷനിൽ വരുന്ന 2 റോഡുകളും തമ്മിൽ 2 അല്ലെങ്കിൽ എത്ര റോഡുകളാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇൻ്റർസെക്ഷന് ചേഞ്ച് വരുത്തിയിട്ട്, ഇൻ്റർസെക്ഷൻ അല്ല എലിവേഷനിൽ ചേഞ്ച് വരുത്തിയിട്ട് അതിനെ നമ്മൾ പാസ് ചെയ്ത് വിടുന്നതാണ് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ. വൺ ഓഫ് ദ ഡിസ്റ്റിങ്ഷൻസ് മെയ്ഡ് ഇൻ ടൈപ്പ് ഓഫ് ഇൻ്റർചേഞ്ച് ഈസ് ബിറ്റ്വീൻ ഡയറക്ഷണൽ ആൻഡ് നോൺ ഡയറക്ഷണൽ. Directional interchanges are those having ramps that tend to follow the natural direction of movement. Non-directional interchanges requires a change in natural path of traffic flow. ഡയറക്ഷണൽ ഇൻ്റർചേഞ്ചും നോൺ ഡയറക്ഷണൽ ഇൻ്റർചേഞ്ചും, അങ്ങനെ 2 ടൈപ്പ് ഇൻ്റർചേഞ്ചാണ് ഈ ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർചേഞ്ചിൽ വരുന്നത്. അതിൽ ഡയറക്ഷണൽ ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ പാത്തിനെ ഫോളോ ചെയ്യുന്ന രീതിക്കുള്ള ഇൻ്റർചേഞ്ചാണ് ഡയറക്ഷണൽ ഇൻ്റർചേഞ്ച്.
നോൺ ഡയറക്ഷൻ ഇൻ്റർചേഞ്ചിൽ നമ്മൾ ആ ഒരു പാത്തിന് ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് നാച്ചുറൽ പാത്ത് അല്ലാത്ത രീതിക്കുള്ള ഒരു ഇൻ്റർചേഞ്ച് കൊടുക്കുന്നതാണ് ഒരു നോൺ ഡയറക്ഷൻ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. ഇനി മെയിനായിട്ട് അണ്ടർപാസ്, ഓവർപാസ്, ട്രംപറ്റ് ഇൻ്റർചേഞ്ച്, ഡയമണ്ട് ഇൻ്റർചേഞ്ച്, ക്ലോവർ ലീഫ് ഇൻ്റർചേഞ്ച്, പാർഷ്യൽ ക്ലോവർ ലീഫ് ഇൻ്റർചേഞ്ച്, ഡയറക്ഷണൽ ഇൻ്റർചേഞ്ച്, ബ്രിഡ്ജ്ഡ് റോട്ടറി, ഇങ്ങനെയൊക്കെ കുറച്ച് ഇൻ്റർചേഞ്ചസ് ഉണ്ട്. ഓരോന്നും ഓരോ ടൈപ്പാണ്. അപ്പോൾ ഓരോന്നും അപ്ലൈ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ അവിടുത്തെ ടോപ്പോഗ്രഫിക്ക് അനുസരിച്ചൊക്കെ ഇരിക്കും. ഇതൊക്കെ നമ്മൾ എന്താ പറയുക, കറക്റ്റായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഇൻ്റർചേഞ്ചസ് ആണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം. ഓരോ പൊസിഷനിൽ ഓരോ സ്ഥലങ്ങളിലായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളവയാണ്. അപ്പോൾ ഫ്ലൈ ഓവറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മെയിനായിട്ട് ഫ്ലൈ ഓവർ ഒക്കെ വരുന്നത് എവിടെയാണ്? റോഡിൽ ഇൻ്റർചേഞ്ച് ഇതുപോലെ ഇൻ്റർസെക്ഷൻ വരുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ ഫ്ലൈ ഓവറൊക്കെ കൊടുക്കുക. ടോപ്പിലൂടെ വെഹിക്കിൾസ് പാസ് ചെയ്ത് പോവും, അതുപോലെ തന്നെ അടിഭാഗത്തു കൂടെയും പാസ് ചെയ്ത് പോവും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. അണ്ടർപാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an underpass or a tunnel is an underground passageway completely enclosed except for openings for ingress and egress, commonly each end. അതായത് ഒരു ടണൽ പോലെ നമ്മൾ ഇപ്പോൾ ഒരു വെഹിക്കിൾ റോഡ് വേ തന്നെ മുകളിലൂടെ സാധാരണത്തെ നാച്ചുറൽ വേ ഉണ്ട്, അതിൻ്റെ ഇൻ്റർസെക്ഷൻ ഒഴിവാക്കാൻ, കറക്റ്റ് രണ്ടും കൂടി മീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവുന്ന ആ ഒരു ഇൻ്റർസെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗ്രേഡ് കുറച്ച് കൊടുക്കുക. അതായത് എലിവേഷൻ കുറഞ്ഞ ഒരു പോയിന്റിൽ ഒരു ടണൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് പാസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ അണ്ടർപാസ് എന്ന് പറയുന്നത്. എ ടണൽ മേ ബി ഫോർ ഫുഡ് ഓർ വെഹിക്കുലർ റോഡ് ട്രാഫിക്, ഫോർ റെയിൽ ട്രാഫിക്. അത് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ റെയിൽവേ ഒക്കെ വരുമ്പം മുകളിലൂടെ റെയിൽ പാസ് ചെയ്ത് പോകുക, അല്ലെങ്കിൽ താഴെ കൂടെ ഈ പറഞ്ഞ അണ്ടർപാസ് റെയിലിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഏരിയാസൊക്കെ ഉണ്ട്. അതാണ് അണ്ടർപാസ്. ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് മുകളിലൂടെ ഒരു റോഡ് വേ പോകുന്നുണ്ട്, താഴെ അണ്ടർപാസ്. An overpass is also known as a flyover, is a bridge road, railway or similar structure that crosses over another road or railway. A pedestrian overpass allows pedestrian safe crossing over busy without impacting effect. സാധാരണ നമ്മൾ കാണാറുള്ളതാണ് ഫ്ലൈ ഓവറൊക്കെ. അപ്പോൾ ആ ഒരു ഫ്ലൈ ഓവർ എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങാടിപ്പുറത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള ഫ്ലൈ ഓവർ ബ്രിഡ്ജ്, അത് അടിഭാഗത്ത് കൂടെ റെയിൽവേ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ ഒരു ബ്രിഡ്ജായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് ഫ്ലൈ ഓവർ ബ്രിഡ്ജാക്കി മുകൾ ഭാഗത്ത് കൂടെ നമ്മുടെ റോഡ് ബാക്കിയുള്ള വെഹിക്കിൾസ് എല്ലാം പാസ് ചെയ്ത് പോകുന്ന രീതിക്ക് ഉള്ളൊരു അറേഞ്ച്മെൻറ്റ് അങ്ങാടിപ്പുറത്ത്. ഇതൊരു എക്സാമ്പിളാണ് ഈ ഫ്ലൈ ഓവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അവിടെ ഒന്നുകിൽ നമുക്ക് വെഹിക്കിൾസിന് പാസ് ചെയ്യാം, അല്ലെങ്കിൽ പെഡസ്ട്രിയൻ പാസ് ചെയ്യാം, എല്ലാം എന്താണെങ്കിലും ക്രോസിങ് സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഓവർപാസും അണ്ടർപാസും ഒക്കെ ഉപയോഗിക്കുന്നത്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഓവർപാസ്. ഇതുപോലെയൊക്കെ തന്നെയാണ് ഏകദേശം നമ്മുടെ അങ്ങാടിപ്പുറത്തെ ഈ ഞാൻ പറഞ്ഞ ഫ്ലൈ ഓവർ ബ്രിഡ്ജും വരുന്നത്. ഇത് ഒരു ഓവർപാസിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ ഈസ് ദ ട്രംപറ്റ് ഇൻ്റർചേഞ്ചസ്. ട്രംപറ്റ് ഇൻ്റർചേഞ്ചസ് ഹാവ് ബീൻ യൂസ്ഡ് വെർ വൺ ഹൈവേ ടെർമിനേറ്റ്സ് ടു അനദർ ഹൈവേ. These involve at least one loop ramp connecting traffic either entering or leaving the terminating expressway with the far lanes of continuous highway. The principal advantage are low construction cost and are useful for highways as well as toll roads. മെയിനായിട്ട് കൺസ്ട്രക്ഷനിൽ ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഇൻ്റർചേഞ്ചാണ് ട്രംപറ്റ് ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ഒരു ഹൈവേയിൽ നിന്ന് മറ്റൊരു ഹൈവേയിലേക്ക് ടെർമിനേറ്റ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ട്രംപറ്റ് ഇൻ്റർചേഞ്ച് പ്രൊവൈഡ് ചെയ്യുക. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ട്രംപറ്റ് ഇൻ്റർചേഞ്ച്. അപ്പോൾ താഴ്ഭാഗത്ത് കൂടെ നിങ്ങൾക്ക് ഒരു ഹൈവേ കാണാം. താഴ്ഭാഗത്ത് നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്നത്, ഇവിടെ നമ്മൾ ഈ കാണുന്നത് ഇതൊരു ഹൈവേ ആണ്. അപ്പോൾ ഈ ഒരു ഹൈവേയിൽ നിന്ന് നമുക്ക് ഈ മുകളിലുള്ള ഈ ഒരു ഹൈവേയിലേക്ക് പാസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു വഴിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്നുകിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് വരുന്ന വെഹിക്കിളിന് ഇങ്ങനെ വന്ന് ഇങ്ങനെ നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് കയറി ഈ ഒരു ഹൈവേയിലെത്താം. ഓക്കെ, അല്ലെങ്കിൽ ഈ അടിഭാഗത്ത് നിന്നുള്ള ഹൈവേയിൽ നിന്ന് ഇങ്ങോട്ടേക്കൊരു പാസേജ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും മെയിൻ ഹൈവേയിൽ നിന്ന് മറ്റൊരു മെയിൻ ഹൈവേയിലേക്ക്
നമുക്ക് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻ്റർചേഞ്ചിൽ ഇവിടെ ഒരു ട്രാഫിക് ജാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഒരു മെത്തേഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ട്രംപറ്റ് ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. അടുത്തത് ഡയമണ്ട് ഇൻ്റർചേഞ്ച്. എ ഡയമണ്ട് ഇൻ്റർചേഞ്ച് ഇസ് എ കോമൺ ടൈപ്പ് ഓഫ് റോഡ് ജംഗ്ഷൻ യൂസ്ഡ് വെർ എ ഫ്രീ വേ ക്രോസസ് എ മൈനർ റോഡ് ആൻഡ് ദ ഡയമണ്ട് ഇൻ്റർചേഞ്ചസ് uses less space than most types of freeway interchange and avoids the interweaving traffic flows that occur in interchanges such as the clover leaf. Diamond interchanges are most effective in areas where traffic is light. ലൈറ്റ് ട്രാഫിക് ഉള്ള ഏരിയാസിലെല്ലാം മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഇൻ്റർചേഞ്ച് ആണ് ഡയമണ്ട് ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഒരു ഫ്രീ വേ ക്രോസ്, ഒരു മൈനർ റോഡിനെ ഒരു ഫ്രീ വേ ക്രോസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഡയമണ്ട് ഇൻ്റർചേഞ്ച് കൊടുക്കുക. അപ്പോൾ ലെസ് ട്രാഫിക് ആണെങ്കിലാണ് ഇതൊന്നും കൂടി നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, ഒരു ഫ്രീ വേ ഒരു മൈനർ ഇൻ്റർചേഞ്ചിനെ ക്രോസ് ചെയ്ത് പോകുന്നു. ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഡയമണ്ട് ഇൻ്റർചേഞ്ച്. നെക്സ്റ്റ് വൺ ഈസ് cloverleaf interchange. A cloverleaf interchange is a two-level interchange in which left turns are handled by ram roads. To go left in right-hand traffic, vehicles first continues as one road passes over or under the other, then exit right onto a one-way 3/4 loop ramp and merge on to the intersecting road. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് രണ്ടും ഹൈവേ ആണ്. ആ ഹൈവേ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഈ ഹൈവേയിൽ നിന്ന് മറ്റൊരു ഹൈവേയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലോവർ ലീഫ് ഇൻ്റർചേഞ്ച് യൂസ് ചെയ്യുന്നത്. സോ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇവിടെ ഇത് കുറച്ച് എലിവേഷൻ കൂടിയ റോഡാണ്, ഇത് എലിവേഷൻ കുറഞ്ഞ റോഡായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ സൈഡിലും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളൊരു റോഡ് അതുപോലെ ഇങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൈൻ ബോർഡ് എല്ലാം കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് നമുക്കിതൊരു, അതായത് 2 വേയിൽ നിന്ന് 1 വേയിലേക്കൂടെ പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റോഡിലേക്ക് എത്തുന്നത്. ഈ ചെറിയ റോഡുകളെല്ലാം 1 വേ ആണ്, ഇത് 2 വേ ആണ്. സോ സൈൻ ബോർഡ് എല്ലാം കറക്റ്റ് ഫോളോ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഇൻ്റർസെക്ഷൻ ഇവിടെ ഒഴിവാക്കി, ഇവിടെ ഒരു ജാം ഒഴിവാക്കി നമുക്ക് കറക്റ്റായിട്ട് വേണ്ട ഡയറക്ഷനിലേക്ക് പാസ് ചെയ്ത് പോകാം. ഇതാണ് ക്ലോവർ ലീഫ് ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ പാർഷ്യൽ ക്ലോവർ ലീഫ് ഇൻ്റർചേഞ്ച്. Partial cloverleaf is a modification that combines some elements of diamond interchange with one or more loops of a cloverleaf to eliminate only the more critical turning conflicts. It provides more acceleration and deceleration space on the freeway. അതായത് കംപ്ലീറ്റ് ആയിട്ടൊരു ക്ലോവർ ലീഫിൻ്റെ ഒരു എഫക്റ്റ് അല്ല ഈ ഒരു പാർഷ്യൽ ക്ലോവർ ലീഫ് ഇൻ്റർചേഞ്ചിന് വരുന്നത്. അതിൽ നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുള്ളതാണ് ഈ ഒരു പാർഷ്യൽ ക്ലോവർ ലീഫ് ഇൻ്റർചേഞ്ച്. ഡയമണ്ട് ഇൻ്റർചേഞ്ചിൻ്റെയും ക്ലോവർ ലീഫ് ഇൻ്റർചേഞ്ചും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് പാർഷ്യൽ ക്ലോവർ ലീഫ് ഇൻ്റർചേഞ്ച്. ഇതിൽ ഫിഗറിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു മെയിൻ ഹൈവേ, ഇതും ഒരു ഹൈവേ. അപ്പോൾ കുറച്ച് ഭാഗം ഇത്രയും പോർഷൻ ഇത് നിങ്ങൾക്ക് ഈ റൗണ്ട് വരുന്ന ഈ ഒരു 1 വേ പോർഷനാണ് നമ്മുടെ ക്ലോവർ ലീഫ് ഇൻ്റർചേഞ്ചിൻ്റെത്. പിന്നെ ഡയമണ്ട് ഇൻ്റർചേഞ്ചിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ടൈപ്പ് റോഡുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സൈൻ ബോർഡ് കറക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർസെക്ഷൻ അവിടെ നിന്ന് നമുക്ക് ഒഴിവാക്കിയിട്ട് ട്രാഫിക് ജാം ഇല്ലാതെ നമുക്ക് എത്തേണ്ട ഡയറക്ഷനിൽ എത്താൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ദ ഡയറക്ഷണൽ ഇൻ്റർചേഞ്ച്. എ ഡയറക്ഷണൽ ഇൻ്റർചേഞ്ച് പ്രൊവൈഡ്സ് ഡയറക്റ്റ് ഫോർ ലെഫ്റ്റ് ടേൺസ്. These interchanges contains ramps for one or more direct or semi-direct left turning movements. Interchanges of two freeways or interchanges with one or more very heavy turning movements usually warrant direct ramps, which have higher speed of operation and higher capacities compared to loop ramps.
ഈ ഒരു ഫിഗറിൽ കൊടുത്തിരിക്കുന്ന അതായത് ഹൈറ്റ് ഡിഫറൻസിൽ 2 ടൈപ്പ് റോഡുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർസെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 1 വേ ആയിട്ട് 2 റോഡുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു റാമ്പിൻ്റെ മുകളിലായിട്ട് കണ്ടോ, ഇതൊരെണ്ണം, ഇവിടെ ഒരു റോഡ്, രണ്ടും 1 വേ റോഡുകളാണ്. അപ്പോൾ ഈ ഒരു ഹൈവേയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഇവിടെ 2 1 വേ റോഡുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും ഹൈറ്റ് കൂട്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ ഒരു ഇൻ്റർസെക്ഷൻ്റെ ആ ഒരു മീറ്റിംഗ് പോയിന്റിൽ വരുന്ന ജംഗ്ഷൻ്റെ പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. അടുത്തത് രണ്ടാമത്തെ പോർഷൻ. ഇൻ്റർസെക്ഷൻ 2ആക്കി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷനും അറ്റ് ഗ്രേഡ് ഇൻ്റർസെക്ഷനും. ഇനി വരുന്നത് അറ്റ് ഗ്രേഡ് ഇൻ്റർസെക്ഷനാണ്. അറ്റ് ഗ്രേഡ് ഇൻ്റർസെക്ഷൻസ് ഇൻ വിച്ച് all the exchanges between the roads takes place at the same plane. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, സെയിം പ്ലെയിൻ ആണ്. അപ്പോൾ ഇതുപോലെ ഹൈറ്റ് ഡിഫറൻസ് കൊടുക്കാതെ ഒരു സെയിം പ്ലെയിനിൽ തന്നെ എലിവേഷൻ ഡിഫറൻസ് ഇല്ലാതെ തന്നെ 2 റോഡുകൾ മീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ അറ്റ് ഗ്രേഡ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഇൻ്റർസെക്ഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് അറ്റ് ഗ്രേഡ് ഇൻ്റർസെക്ഷനും റൗണ്ട് എബൌട്ട് അറ്റ് ഗ്രേഡ് ഇൻ്റർസെക്ഷനും. ഓക്കെ, ഇത് ഇൻ്റർസെക്ഷൻ്റെ കീ എലമെൻറ്റ്സ് ആണ്. ഫിഗർ നിങ്ങൾ നോക്കുക. അതിൽ അപ്രോച്ച് റോഡ് കാണാം, നമുക്ക് പേയ്മെൻറ്റ് എഡ്ജ് കോർണർ കാണാം, അതുപോലെ ചാനലൈസിങ് ഐലൻഡ് കാണാം, ഓക്സിലറി ലൈൻസ് കാണാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇൻ്റർസെക്ഷൻ്റെ ഒരു പാർട്ടുകളാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറ്റ് ഗ്രേഡ് ഇൻ്റർസെക്ഷൻ ആണ്. നമുക്ക് ഫിഗർ അല്ലാതെ കാണാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഫ്ലയേഡ് ഇൻ്റർസെക്ഷൻ. ഇതിൽ സാധാരണത്തെ ഒരു ഇൻ്റർസെക്ഷൻ വരുന്നതിനകത്ത് ഇവിടെ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ കുറച്ച് പേയ്മെൻറ്റിൻ്റെ വിഡ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും, സാധാരണ കൊടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലാക്കിയിട്ടാണ് ആ ഒരു ഇൻ്റർസെക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ് സിമ്പിൾ ഇൻ്റർസെക്ഷൻ. Simple intersection maintain the street's typical cross section and number of lanes throughout the intersection on both the major and minor streets. Simple intersections are the best suited to locations where auxiliary lanes are not needed to achieve a desired level of service. അതായത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ടൈപ്പ് ഇൻ്റർസെക്ഷനാണ് സിമ്പിൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അവിടെ മെയിനായിട്ട് ഒരു പ്രത്യേകമായിട്ടൊന്നും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. 2 റോഡുകളും തമ്മിലുള്ള ആ ഒരു ക്രോസിങ്, അത് ഒരു ഇൻ്റർസെക്ഷൻ ആ ഒരു ജംഗ്ഷൻ വരുമ്പം അവിടെ പ്രത്യേകിച്ച് നമ്മളൊരു വിഡ്ത്തോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഫെസിലിറ്റീസോ ഒന്നും കൊടുക്കാതെ തന്നെ ഒരു ജംഗ്ഷൻ്റെ നാച്ചുറലായിട്ടുള്ള ഒരു എങ്ങനെയാണത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു രീതിക്ക് തന്നെ പോകുന്നതാണ് സിമ്പിൾ ഇൻ്റർസെക്ഷൻ. ഫിഗറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിനകത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്നും കൊടുത്തില്ല. നെക്സ്റ്റ് വൺ ഈസ് ദ ചാനലൈസ്ഡ് ഇൻ്റർസെക്ഷൻ. Vehicles approaching an intersection are directed to definite paths by islands, markings, etc. And this method of control is called channelization. Channelized intersection provides more safety and efficiency. It reduces the number of possible conflicts by reducing the area of conflict available in the carriageway. If no channelizing is provided, the driver will have less tendency to reduce the speed while entering the intersection from the carriageway. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഇൻ്റർസെക്ഷൻ വരുമ്പോൾ ഒരു റോഡിൽ 2 റോഡുകൾ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ഇൻ്റർസെക്ഷൻ വരുമ്പോൾ, അതായത് 4 റോഡുകൾ വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർസെക്ഷൻ അല്ലെങ്കിൽ 3 റോഡുകൾ വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് വരുമ്പം അവിടെ ചില സ്ഥലങ്ങളിൽ ഒരു ട്രാഫിക് ഐലൻഡ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ട്രാഫിക് ഐലൻഡ് എന്താണെന്നുള്ളത് ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ട്രാഫിക് ഐലൻഡ് ഇത്രമാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ റോഡിൻ്റെ ഈ ഇൻ്റർസെക്ഷൻ വരുന്ന ആ ഒരു ജംഗ്ഷനിൽ ഒരു റൗണ്ട് ഷേപ്പിലോ എന്തെങ്കിലും, അതായത് ഈ ഒരു പാസേജിൽ നിന്ന് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പ്, ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു പോർഷനാണ് ട്രാഫിക് ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പം ഈ ഒരു കറക്റ്റ് ഫ്ലോയിലൂടെ അല്ലെങ്കിൽ കറക്റ്റ് ചാനലിലൂടെ മാത്രം ഈ ഒരു വെഹിക്കിൾസ് പാസ് ചെയ്ത് പോകുന്ന ആ ഒരു മെത്തേഡാണ് നമ്മൾ ചാനലൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ ട്രാഫിക് ജാം കുറവായിരിക്കും. അതായത് ആളുകൾ ഡ്രൈവ് ചെയ്യുമ്പം ഈ ഒരു ചാനൽ കറക്റ്റ് പാത്തിലൂടെ പോകുമ്പം ഈ ഒരു ഇൻ്റർസെക്ഷൻ്റെ അല്ലെങ്കിൽ ട്രാഫിക് ഐലൻഡിൻ്റെ പോർഷനിൽ എത്തുന്ന സമയത്ത് സ്പീഡൊന്ന് റെഡ്യൂസ് ചെയ്തിട്ട് പോകാനുള്ളൊരു ടെൻഡൻസി ഡ്രൈവർ കാണിക്കും. ഇൻ കേസ് അവിടെ ഒരു ട്രാഫിക് ഐലൻഡ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് പാസ് ചെയ്ത് പോകുന്ന സ്പീഡ് കൂടുതലായിരിക്കും. അത് ആക്സിഡൻറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉള്ള ചാൻസ് കൂട്ടും.
അപ്പോൾ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റൗണ്ട് അബൌട്ട് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു റൗണ്ട് പോർഷൻ, ആ ഒരു റൗണ്ട് പോർഷനെ ചുറ്റിയിട്ട് വേണം ബാക്കി വെഹിക്കിൾസ് പോകാൻ. അപ്പോൾ 2 സൈഡിൽ നിന്നും വരുന്ന 4 സൈഡിൽ നിന്നും ഇവിടെ വാഹനങ്ങൾ വരുന്നുണ്ട്. ആ 4 സൈഡിൽ നിന്നും വരുന്ന വെഹിക്കിൾസിനെ നമുക്ക് ഈ ഒരു റൗണ്ട് ചുറ്റിയിട്ടാണ് ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടതെന്നുള്ളതിനനുസരിച്ച് ഡീവിയേറ്റ് ചെയ്ത് വിടാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൗണ്ടിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ ഇതിൻ്റെ വെഹിക്കിൾസിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കുറവായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദ അൺചാനലൈസ്ഡ് ഇൻ്റർസെക്ഷൻ. ഇത് തന്നെയാണ് നമ്മൾ ഈ ഫ്ലെയർഡ് ഇൻ്റർസെക്ഷനിലെല്ലാം പറഞ്ഞത്. ചാനലൈസ്ഡ് ഇൻ്റർസെക്ഷനിലാണ് ഈ റൗണ്ട് അബൌട്ട്, അതായത് ഒരു ട്രാഫിക് ഐലൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർസെക്ഷൻ വരുന്നത് ചാനലൈസ്ഡ് ഇൻ്റർസെക്ഷനിലാണ്. അൺചാനലൈസ്ഡ് ഇൻ്റർസെക്ഷനിലാണ് ഈ ഒരു ഫ്ലെയർഡ് ഇൻ്റർസെക്ഷൻ, സിമ്പിൾ ഇൻ്റർസെക്ഷൻ എല്ലാം വരുന്നത്. ഇൻ്റർസെക്ഷൻ ഏരിയ ഈസ് പേവ്ഡ് and there is absolutely no restriction to vehicles to use any part of intersection area. Hence, the unchannelized intersections are the lowest class of intersection, easiest in the design but most complex in traffic operations, resulting in maximum conflict area and more number of accidents unless controlled by traffic signals of police. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഒരു ട്രാഫിക് കൺട്രോളിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാത്തൊരു ടൈപ്പ് ഇൻ്റർസെക്ഷനാണ് നമ്മൾ ഈ ഒരു അൺചാനലൈസ്ഡ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻ്റർസെക്ഷനിലേക്ക് പ്രവേശിക്കുന്ന ഒരു വെഹിക്കിളിനും ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഉണ്ടായിരിക്കില്ല. സോ അവിടെ ആക്സിഡൻറ്റിനുള്ള ചാൻസ് കൂടുതലാണ്, ട്രാഫിക് ജാമിനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ഇൻ്റർസെക്ഷനെ നമുക്ക് ഒരിക്കലും ഒരു എക്കണോമിക്കൽ അല്ലെങ്കിൽ മോസ്റ്റ് എഫക്റ്റീവ് ഇൻ്റർസെക്ഷൻ എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പറയുന്ന ഇൻ്റർസെക്ഷനാണ് നമ്മൾ ചാനലൈസ്ഡ് ഇൻ്റർസെക്ഷനാണ് നമ്മളൊരു എഫക്റ്റീവ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഈ അൺചാനലൈസ്ഡ് ഇൻ്റർസെക്ഷൻ ഡിസൈനിൽ വളരെ സിമ്പിളായിരിക്കും, കാര്യം കൂടുതലായിട്ട് നമ്മൾ അതിനകത്തൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ എപ്പോഴും ട്രാഫിക് ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അതാണ് അൺചാനലൈസ്ഡ് ഇൻ്റർസെക്ഷൻ. പ്ലെയിൻ ഇൻ്റർസെക്ഷൻ, അതായത് സിമ്പിൾ ഇൻ്റർസെക്ഷൻ, അതുപോലെ ഫ്ലെയർഡ് ഇൻ്റർസെക്ഷൻ, ഇതെല്ലാം ഈ അൺചാനലൈസ്ഡ് ഇൻ്റർസെക്ഷനിൽ വരുന്നതാണ്. നോ പ്രൊവിഷൻ ഫോർ അഡീഷണൽ പേയ്മെൻറ്റ് വിത്ത് ഫോർ ടേണിംഗ് മൂവ്മെൻറ്റ്സ് ആണ്. പ്ലെയിൻ ഇൻ്റർസെക്ഷനിൽ നമ്മൾ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു എക്സ്ട്രാ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, ടേണിങ്ങിന് വേണ്ടിയിട്ടുള്ള വിഡ്ത്തൊന്നും കൊടുക്കുന്നില്ല. ഫ്ലെയർഡ് ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ പ്രൊവിഷൻ ഫോർ അഡീഷണൽ പേയ്മെൻറ്റ് വിഡ്ത്ത് ഫോർ ടേണിംഗ് മൂവ്മെൻറ്റ്സ്. ഫ്ലെയർഡ് ഇൻ്റർസെക്ഷൻ്റെ ഫിഗർ കണ്ടപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിനകത്ത് എക്സ്ട്രാ നമ്മൾ മൂവ്മെൻറ്റിനുള്ള വിഡ്ത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ടോപ്പിക്കാണ് ട്രാഫിക് ഐലൻഡ്. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ അതേ ടോപ്പിക് തന്നെയാണ് ട്രാഫിക് ഐലൻഡ്. അതായത് സ്മോൾ റൈസ്ഡ് ഏരിയ ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് വിച്ച് പ്രൊവൈഡ്സ് എ സേഫ് പ്ലേസ് ഫോർ പെഡസ്ട്രിയൻസ് ടു സ്റ്റാൻഡ് ആൻഡ് മാർക്സ് എ ഡിവിഷൻ ബിറ്റ്വീൻ 2 ഒപ്പോസിംഗ് സ്ട്രീംസ് ഓഫ് ട്രാഫിക്. ഒന്നുകിൽ പെഡസ്ട്രിയൻസിന് നിൽക്കാനോ, അല്ലെങ്കിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് നിൽക്കാം. അതുപോലെ ഒരു വാഹനം പാസ് ചെയ്ത് പോകുമ്പോൾ സേഫായിട്ട് കറക്റ്റായിട്ടുള്ള ഡയറക്ഷനിലൂടെ കോൺഫ്ലിക്ട്സ് ഒന്നും ഇല്ലാതെ പാസ് ചെയ്ത് പോകാനും വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റേസ്ഡ് ഏരിയ ആണ് ഈ ഒരു ഐലൻഡ് എന്ന് പറയുന്നത്. ട്രാഫിക് ഐലൻഡ് ഈസ് എ സോളിഡ് ഓർ പെയിൻറ്റഡ് ഒബ്ജക്റ്റ് ഇൻ എ റോഡ് that channelizes the traffic. It can also be narrow strip of island between roads that intersect an acute angle. ഒന്നുകിൽ ഇത് റൗണ്ട് ഷേപ്പിലായിരിക്കാം, അല്ലെങ്കിൽ അതൊരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിലും അതൊരു ഹൈറ്റുള്ള ഒരു നാരോ ചാനലിൻ്റെ രൂപത്തിലും ആയിരിക്കാം. എന്തിനാണെങ്കിലും ഒരു സോളിഡ് ആയിട്ടുള്ള ഹൈറ്റിലുള്ള ഒരുപാട് ഹൈറ്റല്ല, ഒന്ന് റേസ് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ് നമ്മൾ ഈ ഒരു ട്രാഫിക് ഐലൻഡായിട്ട് പറയുന്നത്. ഇഫ് ദ ഐലൻഡ് യൂസസ് റോഡ് മാർക്കിങ്സ് ഓൺലി വിത്തൗട്ട് റേസിംഗ് കർബ്സ് ഓർ അതർ physical obstructions, it is called painted island. Traffic islands can be used to reduce the speed of vehicles driving through. ഇത് റേസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ റോഡിൽ പെയിൻറ്റ് മാത്രം കൊടുത്ത് അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പെയിൻറ്റഡ് ഐലൻഡ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ട്രാഫിക് ഐലൻഡ്സ്: ഡിവിഷണൽ ഐലൻഡ്, ചാനലൈസിങ് ഐലൻഡ്, പെഡസ്ട്രിയൻ ലോഡിംഗ് ഐലൻഡ്, റോട്ടറി ഐലൻഡ്സ്. ഇങ്ങനെ 4 ടൈപ്പാണ് മെയിനായിട്ട് ട്രാഫിക് ഐലൻഡ്സ് വരുന്നത്. ഡിവിഷണൽ ഐലൻഡ് എന്ന് പറയുമ്പോൾ ഡിവിഷണൽ ഐലൻഡ്സ് ആർ ഡിവൈഡിങ് ദ ഹൈവേ ഇൻറ്റു 2 one-way roadway so that head-on collisions are eliminated and accidents are reduced. ഒരു ഹൈവേ റോഡിനെ 2 വൺ-വേ റോഡാക്കി ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഡിവിഷണൽ ഐലൻഡ് യൂസ് ചെയ്യുന്നത്, കൊളിഷൻസ് എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ചാനലൈസിങ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ ചാനലൈസിങ് ഐലൻഡ്സ് ഗൈഡ് ദ ട്രാഫിക് ഇൻ ടു പ്രോപ്പർ ചാനൽ ത്രൂ ഇൻ്റർസെക്ഷൻ ഏരിയ. ഒരു ഇൻ്റർസെക്ഷൻ വരുന്നിടത്തു നിന്ന് പല ഡയറക്ഷനിൽ നിന്ന് വരുന്ന വെഹിക്കിൾസിനെ ചാനലൈസ് ചെയ്ത് കറക്റ്റ് ഡയറക്ഷനിലേക്ക് കോൺഫ്ലിക്ട്സ് ഇല്ലാത്ത രീതിക്ക് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാനലൈസിങ് ഐലൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ പെഡസ്ട്രിയൻ ലോഡിംഗ് ഐലൻഡ്.
and they are provided at the regular bus stops and similar laces for protection of the passengers. പാസഞ്ചേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പുകളിലൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഐലൻഡാണ് പെഡസ്ട്രിയൻ ലോഡിംഗ് ഐലൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ റോട്ടറി ഐലൻഡ്. റോട്ടറി ഐലൻഡ്സ് ഈസ് എ ലാർജ് സെൻട്രൽ ഐലൻഡ് ഓഫ് എ റോട്ടറി ഇൻ്റർസെക്ഷൻ. ഒരു റോട്ടറി ഇൻ്റർസെക്ഷൻ വരുമ്പോൾ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റൗണ്ട് ഷേപ്പിലുള്ള ഐലൻഡാണ് റോട്ടറി ഐലൻഡ് എന്ന് പറയുന്നത്. ഇതാണ് റോട്ടറി ഐലൻഡ്. റോട്ടറി ഇൻ്റർസെക്ഷൻസ് ഓർ റൗണ്ട് എബൌട്ട് ആർ സ്പെഷ്യൽ ഫോം ഓഫ് അഡ്ഗ്രേഡ് ഇൻ്റർസെക്ഷൻ ലെയ്ഡ് ഔട്ട് ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ട്രാഫിക് ഇൻ വൺ ഡയറക്ഷൻ എറൗണ്ട് ദ സെൻട്രൽ ട്രാഫിക് ഐലൻഡ്. And the vehicle entering the rotary are gently forced to move in a clockwise direction in orderly fashion. ഫിഗറിൽ കാണിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കാണുന്ന ആ ഒരു റൗണ്ട് എന്ന് പറയുന്നത് റോട്ടറി ഐലൻഡാണ്. ഈ ഒരു റോട്ടറി ഐലൻഡിനെ ചുറ്റിയിട്ട് വേണം വെഹിക്കിൾസിന് പാസ് ചെയ്ത് പോകാൻ. സോ ഒരു മെയിനായിട്ട് വരുന്ന ഒരു 2 റോഡ് ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകുന്ന ഒരു 2 റോഡ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ടൊരു ജംഗ്ഷൻ വരും. ആ ജംഗ്ഷനിൽ നിന്ന് 4 റോഡുകൾ ഉണ്ടാവും. ആ ഒരു പോർഷനിൽ നമ്മൾ കോൺഫ്ലിക്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഐലൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതലായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള ഐലൻഡ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റൗണ്ടിനെ ചുറ്റിയിട്ട് വേണം നമ്മൾ വെഹിക്കിൾസ് കറക്റ്റ് ഡയറക്ഷനിൽ പോകാൻ. ഇപ്പോൾ തൃശ്ശൂരിലുള്ള തൃശ്ശൂർ റൗണ്ടിൽ അവിടെ ഒരു ഇതേപോലെ സെൻറ്ററിലൊരു കറക്റ്റ് വലിയൊരു റൗണ്ട് ഉണ്ട്. ആ റൗണ്ട് നമ്മൾ ചുറ്റിയിട്ടാണ് പല ഡയറക്ഷനിലേക്ക് വെഹിക്കിൾസ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതാണ് റോട്ടറി ഐലൻഡ്സ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് റോഡ് ഇൻ്റർസെക്ഷൻ എന്ന പോർഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് മൊഡ്യൂൾ 5ൻ്റെ ഫസ്റ്റത്തെ പോർഷനാണ്. ഇതിൽ ട്രാഫിക് എഞ്ചിനീയറിങ്ങിൻ്റെ പോർഷനിലാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കാര്യമായിട്ട് നോക്കുക. ഈ ഇൻ്റർസെക്ഷൻ്റെ പോർഷനെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാഫിക് ഐലൻഡ് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ഇനി കുറച്ച് ഭാഗങ്ങളും കൂടി ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് എയർപോർട്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് പോവാം. താങ്ക് യു.